മക്കളെ, ഈ കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടാവുന്ന എറേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ടർ ബഗ്സ് എന്നല്ലേ പറയാ. ഈ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഇൻസെക്റ്റുകളെയാണ് നമ്മൾ ബഗ്സ് എന്ന് പറയാ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ കമ്പ്യൂട്ടർ എറേഴ്സിനെ കമ്പ്യൂട്ടർ ബഗ്സ് എന്ന് പറയുന്നതെന്ന്? യെസ്, അതിന്റെ പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. ഒരു റൂമിന്റെ അത്ര വലുപ്പമുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ഭയങ്കരമായ സൗണ്ടോടും ഭയങ്കരമായിട്ടുള്ള ലൈറ്റിങ്ങോടും കൂടിയിട്ട് പ്രവർത്തിക്കുന്ന മെഷീൻസ് ആയിരുന്നു അന്നത്തെ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് 1947 സെപ്റ്റംബർ 9 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹാർവാർഡ് മാർക്ക് II എന്ന് പറയുന്ന ജയന്റ് കമ്പ്യൂട്ടർ പെട്ടെന്ന് പ്രവർത്തനം നിന്നുപോയി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ എല്ലാവരും കൂടെ ഈ കമ്പ്യൂട്ടറിന്റെ വയറും സ്വിച്ചും ഒക്കെ കൂടെ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അവർക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരാള് ഈ കമ്പ്യൂട്ടറിന്റെ റിലേ സ്വിച്ചസിന്റെ അടുത്തുനിന്ന് ഒരു ചത്ത മൂത്തിനെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അയാൾ എല്ലാവരെയും വിളിച്ചിട്ട് ഇത് കാണിച്ചു. അങ്ങനെ അവര് കണ്ടുപിടിച്ചു ഈ മോത്താണ് ഈ കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആവാൻ കാരണമായത്. എന്താ അല്ലെ, ഒരു കുഞ്ഞു പ്രാണിയാണ് ആ ഒരു ജയന്റ് കമ്പ്യൂട്ടർ മൊത്തത്തില് സ്റ്റോപ്പ് ആവാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ മൂത്ത് കാരണം കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ട് ഇറർ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഇറേഴ്സിനെ ബഗ്സ് എന്നും അതുപോലെ തന്നെ ഈ ഇറേഴ്സിനെ റെക്ടിഫൈ ചെയ്യുന്നതിനെ ഡീബഗ്ഗിംഗ് എന്നും പറയുന്നു. എന്താ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ? അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.